മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീംസ് ഗാർഡനിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുഞ്ഞു പ്ലാന്റുകളുമായിട്ടാണ്. ചെറിയ കവറിലുള്ള കുഞ്ഞു പ്ലാന്റുകൾ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ ആഴ്ച കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരുപാട് എൻക്വയറി ആയിരുന്നു. ചെറിയ കവർ സൈസിലുള്ള പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. പിന്നെ പ്ലാന്റ്സുകൾ നമുക്ക് തീർന്നു പോയിരുന്നു. അപ്പോൾ കുറച്ച് പ്ലാന്റ്സും കൂടി ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വെറൈറ്റികൾ കൂടി നമുക്കിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് വരുന്നതിന് മുമ്പ് കോള് ചെയ്തതിന് ശേഷം മാത്രം വരാം കേട്ടോ. അതായത് നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാനായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞു പ്ലാന്റ്സിലാട്ടോ, ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കുഞ്ഞു പ്ലാന്റ്സുകളാണ്. ചെറിയ കവറുകളിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ്. അപ്പോൾ ആർക്കും വാങ്ങിക്കും. ഇനി ബോഗെയിൻവില്ല പ്ലാന്റ്സുകൾ ഇല്ല എന്ന് ആരും പറയണ്ട. ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കാണിക്കുന്നത് കവർ സൈസ് പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ. വലിയ പ്ലാന്റുകളുടെ വീഡിയോ, അതായത് ഫ്ലവർ ഇട്ട പ്ലാന്റുകളുടെ വീഡിയോ നാളെ നമ്മുടെ ചാനൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കവർ സൈസ് ചെറിയ പ്ലാന്റ്സുകളുടെ വീഡിയോസ് മാത്രമാണ് കേട്ടോ. ആദ്യമേ പറഞ്ഞിരുന്നു, കുഞ്ഞു പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ചെറിയ കവറുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കവറിൽ കിട്ടുന്ന പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ വളർത്തിയെടുക്കാമെന്നുള്ള ഉറപ്പുള്ളവർ മാത്രം വാങ്ങിക്കുക കേട്ടോ. ഇതുപോലത്തെ ചെടികളൊക്കെ വാങ്ങിച്ച് പൂക്കളായിട്ട് ഒത്തിരി പേര് നമുക്ക് പൂക്കളൊക്കെ ആയി എന്ന് പറഞ്ഞ് പിക്ചർ ഇട്ട് തന്നിട്ടുണ്ട്. എന്നാൽ ഒരു വശം കൂടി പറഞ്ഞല്ലോ, ഇത് വാങ്ങിച്ചിട്ട് പിടിച്ചിട്ടില്ല, നട്ടിട്ട് പോയില്ലോട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കവറിലാണ് കേട്ടോ നമുക്ക് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ കവർ സൈസ് പ്ലാന്റുകൾ വാങ്ങിക്കുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ ഈ കവറോടുകൂടി തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കവറോടി കുറച്ച് ദിവസം വെക്കണമെങ്കിൽ വെക്കാം. അതുപോലെ നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാണോ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നത്, ആ റീപ്പോർട്ട് ചെയ്യുന്ന ദിവസം തലേ ദിവസം ഇത് നനയ്ക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഒരു കട്ട മണ്ണ് ഇളകാതെ അങ്ങനെ തന്നെ കിട്ടുള്ളൂ. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ സിസേഴ്സിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു കട്ട മണ്ണോടുകൂടി നമുക്ക് കിട്ടും. അത് അങ്ങനെ തന്നെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വയ്ക്കുക, തണുത്ത് വയ്ക്കുക, നനച്ചിടുക. അങ്ങനെയാണ് ഇത് റീപ്പോർട്ട് ചെയ്യേണ്ട രീതികൾ കേട്ടോ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ചെറിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ വാങ്ങിച്ച് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ വാങ്ങിക്കുക കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്നവരെയുള്ള ഇതേ ഉള്ളൂ, ഉത്തരവാദിത്തമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇത് സേഫായിട്ട് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ഇത് പിന്നീട് ഇത് വളർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. ഇതിന് എത്രമാത്രം വേരുണ്ടെന്നൊന്നും എനിക്കറിയില്ല. കാരണം ബോഗെയിൻവില്ല പ്ലാന്റ്സിന് ഒരുപാട് നാട് കഴിഞ്ഞിട്ടാണ് വേരുകളൊക്കെ ഇറങ്ങി വരിക. ചിലപ്പോൾ ചില ബോഗെയിൻവില്ല പ്ലാന്റ്സിന് പൂക്കൾ വന്നാൽ പോലും വേരിൻ്റെ ഭാഗം നോക്കുമ്പോൾ നേരെ വേര് മാത്രമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പൂക്കളുള്ള ബോഗെയിൻവില്ല പ്ലാന്റ്സുകൾ എടുത്താൽ പോലും ചെറിയ വേരുകളാണ് കാണാറ്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ നമ്മളിത് റിപ്പോർട്ട് ചെയ്യാനെടുക്കുമ്പോഴും ഈ റൂട്ടിൻ്റെ ഭാഗം അനങ്ങരുത്, അതായത് ആ മണ്ണ് അനങ്ങാതെ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇത് കുറച്ച് നാൾ നട്ട് കഴിഞ്ഞ് കുറച്ച് കളഞ്ഞ് ഇത് പോയി, ഇതിന് ഒരില ആയി പോയിട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇടണ്ട കേട്ടോ. നിങ്ങൾക്കിത് നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ള ഫോട്ടോസ് എനിക്ക് ഇട്ട് തരാം. നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടിയോ, എങ്ങനെയാണെന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഇട്ട് തരാം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പോയി എന്ന് ആരും എന്നോട് പറയരുത്. ഇതുപോലത്തെയുള്ള ചെറിയ ചെടികൾ മേടിച്ച് വളർത്തി പൂക്കളായിട്ട് ഫോട്ടോ ഇട്ട് തരുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി കസ്റ്റമേഴ്സ്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു സീസണിൽ നമ്മളൊരു ഒക്ടോബർ ലാസ്റ്റ് മുതൽ നമ്മൾ ബോഗെയിൻവില്ല സെയിൽ തുടങ്ങിയതാണ്. അന്ന് ഒരുപാട് ഇതുപോലത്തെ സീഡ്ലിംഗ് വന്നിരുന്നു. ആ സീഡ്ലിംഗ് ഇതുപോലത്തെ ചെറിയ പ്ലാന്റ്സുകൾ വളർത്തി ഇപ്പോൾ പൂക്കളായേക്കുന്ന ഒത്തിരി ചേച്ചിമാർ എനിക്ക് ഫോട്ടോസ് ഇട്ട് തരാറുണ്ട്. എന്നാൽ കുറച്ച് പേരുടെയൊക്കെ പോയി, ഇപ്പോൾ 7-8 കോംബോ ആയിരുന്നു നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 പോയി അല്ലെങ്കിൽ 1 പോയി എന്നൊക്കെ പറയുന്ന കുറച്ച് പേരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ 2 വശം കൂടി പറഞ്ഞത്, അതായത് വളർത്തി വലുതാക്കിയവരുണ്ട്, 1-2 പേരെയൊക്കെ പോയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ്സൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരല്പം DAP കൂടി വിതറി നമുക്കിടാം ചുവട്ടിൽ. അതായത് പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒരു കാരണവശാലും DAP വിതറിയിടരുത്. നമ്മുടെ ചട്ടിയിൽ കുറച്ച് അവിടെ ഇവിടെയായിട്ട് കുറച്ച് DAP വിതറിയിടാം കേട്ടോ. DAP ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. 1 കിലോ DAPക്ക് 80 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്നു, കുറച്ച് പേര് ഓർഡർ ചെയ്തിരുന്നു.
അപ്പോൾ ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സിൻ്റെ സൈസും അതുപോലെ തന്നെ ഐഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഒന്നും കൂടി പറയുകയാണ്, പ്ലാന്റിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ കേട്ടോ. പ്ലാന്റ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ചെറുതായി പോയി എന്ന് ആരും കംപ്ലയിൻറ്റ് പറയരുത്. ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യാം. ഇത് നമുക്ക് ആദ്യം വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ആദ്യം വരുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ സ്പ്ലാഷ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ബട്ടർഫ്ലൈ സ്പ്ലാഷ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ സ്പ്ലാഷ് വരുന്നത്. ഇന്നത്തെ ഈ ഒരു ബട്ടർഫ്ലൈ സ്പ്ലാഷിന് റേറ്റ് വരുന്നത് 170 170 രൂപ മാത്രമാണ് ഈ ഒരു ബട്ടർഫ്ലൈ സ്പ്ലാഷിന് റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു റേറ്റിന് ഇന്ന് വരെ നമുക്ക് ബട്ടർഫ്ലൈ സ്പ്ലാഷ് നമ്മൾ കൊടുത്തിട്ടുമില്ല, നമുക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുമില്ല. കാരണം ആ ഒരു റേറ്റ് നമ്മൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് നമുക്ക് ബട്ടർഫ്ലൈ സ്പ്ലാഷിന് ഈ ഒരു റേറ്റിന് കൊടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ പൂവിൻ്റെ പിക്ക് നമുക്കൊന്ന് കാണാം. ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീളമുള്ള പൂക്കളാണ് കേട്ടോ. കണ്ടോ, നീളം കൂടി നല്ല നേരോ പോലത്തെ പൂക്കളാണ്. അതുപോലെ തന്നെ ചെറിയ പിങ്ക് ഷെയ്ഡും കയറി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത്. നന്നായിട്ട് ഇതിപ്പോൾ വലിയ പ്ലാന്റാണ് കേട്ടോ. ഈ വലിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ കസ്റ്റമർ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പൂക്കൾ വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അല്ല, നമ്മൾ പ്ലാന്റ് കാണിച്ചിരുന്നു, ഏതാണ് പ്ലാന്റ് സൈസ് കാണിച്ചിരുന്നു. അപ്പോൾ ആ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 170 170 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് കേട്ടോ. സ്ലീപ്പിംഗ് ബ്യൂട്ടി അധികം ആരും സെയിൽ ചെയ്യാത്തൊരു ഐറ്റം ആണ് കേട്ടോ. സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇടയ്ക്കൊക്കെ വന്നിരുന്നു, ഇപ്പോൾ നമുക്ക് സ്ലീപ്പിംഗ് ബ്യൂട്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ് സൈസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് വലുതൊന്നും അല്ല പ്ലാന്റ്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു സൈസിലാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. അപ്പോൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നതും 170 170 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ മദർ പ്ലാന്റിൻ്റെ പിക്ക് കാണിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പ്ലാന്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പിക്ക് എങ്ങനെയെന്ന് സൈഡിലായിട്ട് ഞാൻ റഫറൻസ് പിക്ക് കാണിക്കുന്നുണ്ട്. പൂവിൻ്റെ കളർ എന്താണെന്ന് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റേറ്റും കൊണ്ടും പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ചില്ലി വെറൈറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരുന്നു ചില്ലി വെറൈറ്റീസിൻ്റെ ഫ്ലവർ ഇട്ട പ്ലാന്റുകൾ. അതായത് ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, ഇങ്ങനെ 3 വെറൈറ്റിയാണുള്ളത്. ചില്ലി ഐസ്ക്രീമും കൂടി അവൈലബിൾ ആയിരുന്നു. ചില്ലി ഐസ്ക്രീം ഫിനിഷ് ആയേക്കുവാണ്. ഒരു 5 6 പ്ലാന്റ് മാത്രം ചില്ലി ഐസ്ക്രീം ഉണ്ടാവും. ബാക്കിത്തെ വെറൈറ്റീസൊക്കെ ആവശ്യം പോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, ഈ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചില്ലി വെറൈറ്റീസിൻ്റെ പ്ലാന്റ് സൈസ് ഒന്ന് നോക്കാം. ആദ്യം വരുന്നത് ചില്ലി ഓറഞ്ച്. ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ചില്ലി ഓറഞ്ച്. വലിയ കവർ സൈസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ കവർ നമുക്ക് അങ്ങനെ തന്നെ അയക്കാൻ പറ്റൂല കേട്ടോ. ഈ കവർ നമുക്ക് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അയക്കാൻ പറ്റും, കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ചില്ലി ഓറഞ്ച്. അടുത്ത് വരുന്നത് ചില്ലി യെല്ലോ. ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ചില്ലി യെല്ലോ വന്നിരിക്കുന്നത്. ഇതാണ് കവർ സൈസ് വരുന്നത്. അടുത്ത് വരുന്നത് ചില്ലി റെഡ്. ചില്ലി റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. അപ്പോൾ 3 പ്ലാന്റും ഫ്ലവർ ഇട്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ചില്ലി വെറൈറ്റീസ് വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 280 280 രൂപ വെച്ചിട്ടാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് കേട്ടോ. വരുന്നത് സിൽവർ ക്യൂൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. സിൽവർ ക്യൂൻ ലീഫ് തന്നെ സിൽവർ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെയാണ് സിൽവർ ക്യൂൻ എന്ന് പറയുന്ന പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ സിൽവർ ക്യൂൻ എന്ന് പറയുന്ന പ്ലാന്റ് ഇതാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്, അതായത് ഒരു ട്രേയിലാണ് ഇതിരിക്കുന്നത്. ഒരു 28 എണ്ണത്തിൻ്റെ ട്രേ ആണ്. അപ്പോൾ 28 പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ സിൽവർ ക്യൂൻ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട്. അതിൻ്റെ പിക്ക് നമുക്കൊന്ന് കാണാം. സിൽവർ ക്യൂനിൻ്റെ മദർ പ്ലാന്റുകളാണ് കേട്ടോ. സിൽവർ പോലെ തന്നെയാണ് ലീഫ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ഫ്ലവറാണ് വരുന്നത്. ഇതിൽ നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്നുണ്ട്, പൊഴിഞ്ഞു പോയേക്കുന്നതാണ്. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫ്ലവർ, അതായത് ഇപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ലീഫുകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയാട്ടയുടെ കുഞ്ഞു പ്ലാന്റുകളാണ് കേട്ടോ. വലിയ പ്ലാന്റ്സ് ഒന്നുമല്ല. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വരുന്നത് കേട്ടോ. അത് ഇത്രേ ഉള്ളൂ കയാട്ടയുടെ പ്ലാന്റ് വരുന്നത്. കയാട്ടയുടെ പിക്ക്, അതായത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ. നമ്മുടെ ബ്രീസ പീച്ച് പോലെയൊക്കെയാണ് കയാട്ട ഇരിക്കുന്നത്. സൈഡിൽ ഞാൻ പിക്ക് കാണിക്കാം. എനിക്ക് തോന്നിയതൊരു 15 പ്ലാന്റ് മാത്രമാണ് കേട്ടോ. 15ഓളം പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് 170 170 രൂപയാണ് റേറ്റ് വരുന്നത്.
ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി യെല്ലോ. ഇത് കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ചില്ലി യെല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ കുറച്ച് മാത്രം പ്ലാന്റ് മാത്രമാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. പ്ലാന്റ് ഒരുപാട് വലുതല്ല. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ചില്ലി യെല്ലോയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നതും 170 170 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോറിഡ പിങ്ക് ആണ് കേട്ടോ. നമുക്ക് സെയിലിന് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. നമുക്കിതാ ഇത്രയും പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു 20 പ്ലാന്റോളം അവൈലബിൾ ആണിത്. മറ്റുള്ള പ്ലാന്റിനേക്കായി കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഈ ഒരു സൈസാണ് വരുന്നത് കേട്ടോ. ഇത്രയുണ്ട് സൈസ് വരുന്നത്. ഫ്ലോറിഡ പിങ്ക് ആണ്. ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഗ്രോത്തും ആണ് കേട്ടോ. ഇത് വന്നതിനേക്കാൾ പെട്ടെന്ന് ഇതിൻ്റെ ലീഫ് വേഗം വളർന്ന് വന്നിട്ടുണ്ട്. വളരെ നൈസായിട്ടുള്ള ലീഫാണ്. ഇത്രയും പ്ലാന്റ്സ് പ്ലാന്റ് സൈസാണ് കാണിക്കുന്നത്. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നതും 170 170 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ പിങ്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബട്ടർഫ്ലൈ വൈറ്റ് കണ്ടിരുന്നു. ഇനി ബട്ടർഫ്ലൈ പിങ്കിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഈ ബട്ടർഫ്ലൈ ഇതിനൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ്. ഇന്ന് നമ്മുടെ ഓഫർ പ്രൈസ് ആണ്. ഇതും അത്യാവശ്യം പ്ലാന്റ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൈസ് ഉണ്ട് കേട്ടോ. ഇത്രയും സൈസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരുപാട് വലുതാണെന്നല്ല. ഈ ഒരു സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ വൈറ്റ് ഇത് എത്ര പ്ലാന്റ് ഉണ്ടെന്നോ? ഇത് 28 എണ്ണത്തിൻ്റെ ഒരു ട്രേ ആണ്. 28 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് 28 പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ ബട്ടർഫ്ലൈ പിങ്കിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നതും 170 170 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചില്ലി ഐസ്ക്രീം. എല്ലാവരും ചോദിക്കാറുണ്ട് ചില്ലി ഐസ്ക്രീം. ഭയങ്കര മാത്രം എൻക്വയറി ഉള്ളൊരു പ്ലാന്റാണ് ചില്ലി ഐസ്ക്രീം. കുറച്ച് പ്ലാന്റാണുള്ളൂ. 28 എണ്ണത്തിൻ്റെ ഒരു ട്രേ ആണ്. 28 പ്ലാന്റ് മാത്രമാണുള്ളൂ. ഒരുപാട് വലുതല്ല. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഒത്തിരി വലുതല്ല. പ്ലാന്റ് സൈസ് കൃത്യമായിട്ട് കാണുക. ഇത്രയേ ഉള്ളൂ പ്ലാന്റ്. അപ്പോൾ ചില്ലി ഐസ്ക്രീം ആണെങ്കിൽ കുഞ്ഞു പൂക്കൾ ഉണ്ടായിരുന്നുണ്ട്. കുഞ്ഞു പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞു പൂ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് വേറെ ഒന്നും ഇറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് 170 170 രൂപയാണ് റേറ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ സൺറൈസ് വൈറ്റിൻ്റെ കുഞ്ഞ് പ്ലാന്റ് കേട്ടോ. ചെറിയ പ്ലാന്റാണ്. അധികം പ്ലാന്റ് ഇല്ല കേട്ടോ. ഒരു 7-8 പ്ലാന്റ് മാത്രമാണുള്ളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ പ്ലാന്റ് സൈസ്. ഇത്രയേ ഉള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് 170. ഒരു 7-8 പേർക്ക് തരാനുള്ള പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ജുവലിൻ്റെ പീച്ചാണോ പിങ്കാണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 7-8 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. റേറ്റ് വരുന്നതും 170. ഇത് ജുവല്. ഇത് വരുന്നത് സൺറൈസ് വൈറ്റ് കേട്ടോ. കുഞ്ഞു പ്ലാന്റുകളാണ്. റേറ്റ് വരുന്നത് 170. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ. അതായത് ഇത് വരുന്നത് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ്. ഫ്ലെയിം റെഡ് ഇത് വാങ്ങി വളർത്തിയെടുക്കാമെന്നുള്ളവർ മാത്രം വാങ്ങിക്കുക കേട്ടോ. ഇത്രയാണ് പ്ലാന്റ് സൈസ് ഉള്ളൂ. പ്രത്യേകം കാണിക്കുവാണ്. വീണ്ടും പറയുവാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. പേര് വരുന്നത് ഫ്ലെയിം റെഡിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം. ഇതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ പ്ലാന്റ് സൈസ്. കുറച്ച് സ്റ്റോക്കുള്ളൂ. ഇതൊരു ക്ലിയറൻസ് സെയിലാണ്. ഫ്ലെയിം റെഡും അതുപോലെ തന്നെ ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിക്കാം കേട്ടോ. പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് കാണിക്കാം. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഫയറോപ്പൽ ഓറഞ്ച് കുഞ്ഞതാണ് പ്ലാന്റ്. ഇത്രയേ ഉള്ളൂ പ്ലാന്റ് വരുന്നത്. ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ക്ലിയറൻസ് സെയിലാണ് കേട്ടോ. ഫ്ലെയിം റെഡിൻ്റെയും ഫയറോപ്പൽ ഓറഞ്ചിൻ്റെയും ഒരു ക്ലിയറൻസ് സെയിലാണ് വരുന്നത്. കുഞ്ഞു പ്ലാന്റുകളാണ് കേട്ടോ വരുന്നത്. സൈസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സൈസ് ഇതാണ് സൈസ് വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വന്ന് 140 വെച്ചിട്ടാണ് 140 രൂപ വെച്ചിട്ടാണ് ഈ 2 പ്ലാന്റിനും റേറ്റ് വരുന്നത് കേട്ടോ. ഫ്ലെയിം റെഡും ഫയറോപ്പൽ ഓറഞ്ചും. ഒരു വെറൈറ്റി വന്ന് ചോക്ലേറ്റിൻ്റെ പ്ലാന്റ്. ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് ചോക്ലേറ്റ് പ്ലാന്റ്. ചെറിയ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 200 ആണ് കേട്ടോ. ഒരു 10 പ്ലാന്റൊക്കെയാണ് ഉണ്ടാവുള്ളൂ. ഒരുപാട് പ്ലാന്റ്സ് ഇല്ല. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. ഇത് ചിലതൊക്കെ വലിയ കവറിലും ചിലതൊക്കെ ചെറിയ കവറിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല സൈസായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. 200 ആണ് ചോക്ലേറ്റ് ബ്രൗണിന് റേറ്റ് വരുന്നത്. വെറൈറ്റി പ്ലാന്റ് നോക്കിയാൽ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നതാണ് റൂബി റെഡിൻ്റെ പ്ലാന്റ്സ്. റൂബി റെഡ് എന്ന് പറയുമ്പോൾ നല്ല ബീട്രൂട്ടിൻ്റെ കളറാണ് വരുന്നത്. റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് ചോദിച്ചിട്ട് ഒത്തിരി പേര് ചെറിയ പ്ലാന്റ്സാണ് ചോദിക്കുന്നത്. തീരെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ റൂബി റെഡിൻ്റെ നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസുള്ള കവർ സൈസാണ് വന്നിരിക്കുന്നത് കേട്ടോ.
വലിയ കവർ സൈസാണ് വന്നിരിക്കുന്നത്. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യണുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്, ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഫയർ ഓപ്പൽ ഓറഞ്ച്. ഈ ഒരു സൈസുള്ള കണ്ടോ, ഫയർ ഓപ്പൽ ഓറഞ്ചിൻ്റെ ഫ്ലവറിൻ്റെ പിക്കാണിത്. ഇതാണ് ഫയർ ഓപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഉണ്ടോ, ഇതിൻ്റെ കവർ സൈസും വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫയർ ഓപ്പൽ ഓറഞ്ചിൻ്റെ ഒരു ക്ലിയറൻസ് വീഡിയോ കണ്ടു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയ പ്ലാന്റാണ്. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്ന സീൻ കണ്ടോ, ഇതിലും ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. കിട്ടിയവരെല്ലാം വെരി ഹാപ്പിയാണ്. കാരണം വളരെ ഫ്രഷ് ആയിട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫയർ ഓപ്പൽ ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. അപ്പോൾ ഈ 2 പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് 280 വെച്ചിട്ടാണ്, 280 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലവറിൻ്റെ പിക്കാണ് ഫയർ ഓപ്പൽ ഓറഞ്ച് വരുന്നത്. റൂബി റെഡ്. അപ്പോൾ ഈ 2 പ്ലാന്റ് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ഡോൾഫിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. ഫ്ലവറിൻ്റെ പിക്ക് ഇതാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ഡാർക്ക് മജന്ത ഫ്ലവറാണ് വരുന്നത്. ഇവിടെ ഫ്ലവറൊക്കെ ചാടി കിടപ്പുണ്ട്. നല്ല ഡാർക്ക് മജന്തയാണ്. പ്ലാന്റ് സൈസ് വരുന്നത് ഇതിങ്ങനെയാണ് കേട്ടോ. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 280, 280 രൂപയാണ് റേറ്റ് വരുന്നത്. ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ലീഫുകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. യെല്ലോ വെരിഗേഷൻ കാരണം കൊണ്ട് ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ്. റേറ്റ് വരുന്നത് 280. ID വരുന്നത് റോയൽ ഡോൾഫിൻ. സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ കയാട്ട. നമ്മൾ ആദ്യം കയാട്ട കണ്ടിരുന്നു, ചെറിയ പ്ലാന്റ് കയാട്ട കണ്ടിരുന്നു. നമ്മൾ പറഞ്ഞു 170 റേറ്റ്. ഇനി 270യുടെ കയാട്ട. 270 അല്ല, 280 ആണ്. ഈ ഫ്ലവർ ഇട്ട കയാട്ടയാണ് കേട്ടോ. അതായത് ഫ്ലവർ വന്ന കയാട്ട പ്ലാന്റ് ആണിത് കേട്ടോ. ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കണതാണ്. അപ്പോൾ ഇതൊരു മെച്യൂർഡ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ്. അപ്പോൾ കയാട്ടയുടെ വലിയ കവറാണ് കേട്ടോ. ഇത് കവർ സൈസ് ഉണ്ടോ, വലിയ കവറാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള കയാട്ട പ്ലാന്റിന് റേറ്റ് വരുന്നതും 280, 280 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു വെറൈറ്റി വരുന്നത് ഫാർമോസ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ചെറുതെന്ന് വെച്ചാൽ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഫുൾ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാത്തിനും ഫ്ലവർ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഫ്ലവർ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല ഫ്ലവർ വന്ന പ്ലാന്റ് എടുത്താണ്. പ്ലാന്റിൻ്റെ സൈസ് എല്ലാം ഈ ഒരു സൈസാണ് വരുന്നത് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് വലിയ കവറിലാണ് വന്നിരിക്കുന്നത്. ഫ്ലവർ കണ്ടോ, നല്ല ഇതുപോലെ നിറച്ചും ഫ്ലവർ ഇടുന്ന വെറൈറ്റിയാണ്. കുഞ്ഞു ലീഫായിട്ട് നല്ല പ്യുവർ വൈറ്റായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഫാർമോസ വൈറ്റ്. നമ്മുടെ അടുത്ത് 2 ആഴ്ച മുമ്പ് മദർ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു സെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫാർമോസ വൈറ്റ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നതും 280, 280 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു DAP വളത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ബോഗൻവില്ല പ്ലാന്റ്സുകൾക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൂക്കളുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ് DAP എന്ന് പറഞ്ഞ വളം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ വൈറ്റ് കളറിലും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതുപോലെ 1/2 കിലോത്തിൻ്റെ കവറിൽ ഇതുപോലെ പാക്ക് ചെയ്ത് കൊറിയർ അയച്ചു തരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെടികളോടൊപ്പം വേണമെന്നുള്ളവർക്ക് ആവശ്യപ്പെടാം. 1/2 കിലോയും 1 കിലോയും അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നഴ്സറിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കിട്ടാനില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ട പ്രകാരം കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഇതുപോലെ വളത്തിൻ്റെയും പോട്ടുകളുടെയും ഒന്നും സെയിലില്ല. കുറച്ച് പേര് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ട പ്രകാരം കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ DAP വളം ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു അല്പം മാത്രം നമുക്ക് ഒരു വലിയ പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഇത്ര മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഒരു പോട്ടിലേക്ക് ഇത്ര വിതറി ഇടുക. അത് ഒരു കാരണവശാലും ചെടിയുടെ ചോട്ടിലേക്ക് ചെല്ലണ്ട. അതായത് ചെടിയുടെ ചേർന്ന്, അതായത് സ്റ്റെമ്മിനോട് ചേർന്ന് ഇടാൻ പാടില്ല. കുറച്ച് അകത്തിയായിട്ട് ഈ ഒരു അളവനുസരിച്ച് അങ്ങ് വിതറി അങ്ങ് ഇടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നനയ്ക്കനുസരിച്ചാണ് അത് നമ്മുടെ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത് കേട്ടോ. നമുക്ക് ഇത്ര മാത്രം കവർ സൈസ് പ്ലാന്റുകളാണ് ഇന്ന് സെയിലിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സിൻ്റെ അടിപൊളി ഒരു സെയിൽ വീഡിയോ നമുക്ക് നാളെ വരുന്നതാണ് കേട്ടോ. പുതിയ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കവർ സൈസ് പ്ലാന്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കവർ സൈസ് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെ നടണം എന്നുള്ള രീതി ഞാൻ ആദ്യം പറഞ്ഞു തന്നിരുന്നു. നടുന്നതിൻ്റെ തലേ ദിവസം പ്ലാന്റുകൾ നനയ്ക്കാൻ പാടില്ല. എന്നാലേ നമുക്ക് ആ ഒരു മണ്ണ് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. അതിനുശേഷം വലിയ പോട്ടിലേക്ക് നമുക്ക് നട്ടുവയ്ക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള വളവും പോട്ടി മിക്സ് എല്ലാം ചേർത്ത് നമുക്ക് പോട്ടി മിക്സ് ആദ്യം റെഡിയാക്കി വെച്ച് ആ പോട്ടിലേക്ക് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.